അച്ഛന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ഛനെ ഒന്നും ഇല്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചവനാണ്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ആർക്കും ചെയ്യാൻ പറ്റും. അതെ, വളരെ കറക്റ്റ് കാര്യമാണ് അച്ചായൻ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയുന്ന വാക്കുകളാണ്. ഞാൻ ചിലപ്പോൾ മൂക്കി മൈക്ക് വെക്കും, താടി മൈക്ക് വെക്കും, വേറെ എവിടെയെങ്കിലുമൊക്കെ മൈക്ക് വെക്കും. അതിവിടെ ഒരു പ്രസക്തമായ കാര്യമല്ല. അപ്പോൾ ഇവിടെ അച്ചായൻ്റെ വിഷയമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന മെയിൻ പാർട്ടി സീക്രട്ട് ഏജന്റ് ആണെന്ന് ഞാൻ ഇന്ന് ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. താടിയാണ് സേഫ്. മൂക്കിൽ മൈക്ക് വെക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം. വിഷയം പോട്ടെ, ഞാൻ പറയട്ടെ. അച്ചായൻ്റെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അച്ചായനെ വളരെ പേഴ്സണലി അല്ല, ഈ വീഡിയോ കൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരാളാണ്. പേഴ്സണലി എനിക്ക് അച്ചായനെ പറ്റി ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പേഴ്സണലി സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സായി ഇട്ട വീഡിയോയിൽ വളരെ കഴമ്പുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് ലൈഫ് പദ്ധതി കിട്ടിയ വീടിന്, തറ കിട്ടിയ വീടിന് എന്തിനാണ് അച്ചായൻ വന്ന് അച്ചായൻ്റെതായ പേര് പറയുന്നത്? വളരെ പ്രസക്തമായ പോയിന്റാണ്. അച്ചായൻ അത് ഈ ഇന്നിട്ട വീഡിയോയിൽ പോലും അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. ഞാൻ അച്ചായൻ്റെ ഭാഗത്ത് തന്നെ പൂർണ്ണമായി നിൽക്കുന്നു. കാര്യം അച്ചായൻ ചെയ്യുന്ന വീഡിയോസ് മാത്രം ഞാൻ നോക്കുന്നു, അതായത് നല്ല പ്രവൃത്തികൾ ഞാൻ നോക്കുന്നു. ഓരോരുത്തരുടെ കയ്യിൽ 5-4 ലക്ഷം രൂപ കെട്ട് കണക്കിന് കൊണ്ട് കൊടുക്കുന്നത് ഇവിടെ ഈ പറയുന്ന ഒരു മനുഷ്യനും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് അതാണ്. ഈ ചെയ്യുന്ന ആളുകൾക്കും കിട്ടുന്ന ആളുകൾക്കും മേടിക്കുന്ന ആളുകൾക്കും ചാരിറ്റി ഒരു പ്രൊമോഷൻ ആക്കി മാറ്റുന്നത് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാ പ്രശ്നം? അദ്ദേഹത്തിന് 40 ഷോപ്പ് ഉണ്ടെങ്കിൽ ആ 40 ഷോപ്പിന്റെ പ്രൊമോഷനാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരുവിധ സംശയമില്ല. അദ്ദേഹത്തിനും അതറിയായിരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ഈ PR ഏറ്റെടുക്കുന്ന ടീം അദ്ദേഹത്തെ കൊണ്ട് ഈ പറയുന്ന സെന്റ് അദ്ദേഹം കൊണ്ട് പറ്റത്തില്ല, ഈ അച്ചായനെ കൊണ്ട്. അത് ദയവ് ചെയ്ത് ചെയ്യിപ്പിക്കാതെ PR ഒക്കെ എൻ്റെ കയ്യിലോട്ട് നല്ല വെടിപ്പായിട്ട് ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ കാശൊന്നും തരണ്ട. അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കണ്ട് തന്നെ ഇതിൽ എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയം എനിക്കൊന്ന് ആദ്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അൽഫുഡി സൂരജാണ്. അപ്പോൾ അതിനുശേഷം അച്ചായൻ ആണെന്ന് തോന്നി ഈ വീട് വെച്ച് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയാം. കാരണം ഇതുപോലൊരു വിഷയം ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഭാഗത്ത് ഇതേപോലത്തെ ഒരു വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ വീടിന് തറക്കല്ല് കെട്ടിയിട്ടിരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന ഭവിഷ്യത്തുകളും കാര്യങ്ങളും എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മാക്സിമം ഷെയർ ചെയ്തോ, കമന്റ് ചെയ്തോ. ഇറ്റ്സ് മീ അൽത്താഫ്. സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ? എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തട്ടിപ്പുകാരൻ അല്ലേ? നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ. 40 വീട് കൊടുത്ത ഞാൻ മണ്ടൻ. 1.5 ലക്ഷം നിങ്ങൾക്ക് തന്നു, 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈലിടണ്ട, വേറെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈലിടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്ന? അത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. എന്തിനാ ഈ പാവത്തിന് വേട്ടയാടുന്നത്? ഈ പറയുന്ന വീട്ടുകാർക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ലെന്ന്. ഒരു പഞ്ചായത്തുകാർ വരുമ്പോൾ അവരോട് സംസാരിക്കും. രജനീഷ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരോട് സംസാരിക്കുന്നു. അച്ചായൻ വരുമ്പോൾ അച്ചായനോട് സംസാരിക്കുന്നു. അവരിലൊരു ഇതിലൊരു ക്ലാരിഫിക്കേഷൻ ഈ വീട്ടുകാർക്ക് വരുത്താൻ പറ്റുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കിട്ടുന്നിടത്തുനിന്ന് പോരട്ടെ എന്നുള്ള മൈൻഡാണോ? അതും അറിയത്തില്ല. അവർക്ക് സംസാരിക്കാൻ അറിയാത്തതായിരിക്കും. അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അവരെ കുറ്റപ്പെടുത്തിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ ഒരു അവസരത്തിൽ അവർ ക്ലാരിഫിക്കേഷൻ വരുത്തിയാൽ മതിയായിരുന്നു. അച്ചായൻ എങ്ങനെ വന്ന് വീട് വെച്ചു, ലൈഫ് പദ്ധതിയിൽ എങ്ങനെ കിട്ടി, ഇതിൽ എൻ്റെ കാര്യം ഞാൻ ഇതിൽ ബാക്കിയും കൂടെ കണ്ടിട്ട് ഇതിൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അല്ല, എനിക്ക് തോന്നിയത് ഞാൻ പറയാം. യെസ്, ആ അച്ഛൻ ചോദിക്കുന്ന ഫസ്റ്റ് പോയിന്റ്, 4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വീട് തീരുമോ? അപ്പൊ 4 ലക്ഷം രൂപ എവിടുന്നോ കിട്ടുമായിരുന്നിരിക്കാം. അത് പോയിന്റ് ആണ്. ഈ ബാക്കി നോക്കിയോ. അത് തന്നെയാണ് നിങ്ങൾ അത് ചോദിക്കുന്നു. 4 ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് തീരുമോ? 4 ലക്ഷം രൂപയ്ക്ക് ഇത്ര നല്ലൊരു വീട് തീരുമോ? അപ്പൊ 4 ലക്ഷം രൂപ എവിടുന്ന് ഓൾറെഡി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ലക്ഷങ്ങൾക്ക് തീരാത്തത് കൊണ്ട് ഓക്കെ, അത് ഇനിയാണ് നമ്മൾ നോക്കേണ്ടത്. തറ കെട്ടിക്കൊടുത്ത് തറ തീർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. തറ കെട്ടി യെസ്, അവിടെ അച്ചായൻ പറയുന്നുണ്ട് തറ തീർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. അപ്പൊ തറ കെട്ടാനുള്ള കാശ് എവിടുന്ന് കിട്ടി? അതാണ് പോയിന്റ്. അപ്പൊ അച്ചായൻ അവിടെ പറയേണ്ടത് തറ കെട്ടിയത് ഈ ലൈഫ് പദ്ധതിയിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ടായിരിക്കാം, ബാക്കിയായിരിക്കും അച്ചായൻ പണിഞ്ഞു കൊടുത്തത്. ഇവിടെ എല്ലാവരും പോയിന്റ് അതാണ്. ലൈഫ് പദ്ധതിയിൽ ഗവൺമെന്റ് സ്വരൂപിക്കുന്ന കാശ്, അതായത് നമ്മുടെയൊക്കെ ടാക്സ് പണം കൊണ്ട് ഗവൺമെന്റ് ലൈഫ് പദ്ധതി വീട് വെച്ച് കൊടുക്കുന്ന സാധനത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായി അച്ചായൻ എടുത്തതാണോ? അതിലുപരി തറ കെട്ടിയിട്ടിരുന്ന വീടിന് ബാക്കിയും കൂടെ അച്ചായൻ പണിഞ്ഞു കൊടുത്തിരുന്നതാണെന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അവിടെ ബാക്കി ഇതിന്റെ പൂർണ്ണമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇത്രയും മനോഹരമായ ഒരു വീട് പണിത് ഇവർക്ക് ഞാൻ കൊടുത്തു. 4 ലക്ഷം രൂപ, അതായത് 1.5 ലക്ഷം ഇവർക്കും 3 ലക്ഷം മേസ്തിരിക്കും കൊടുത്ത് 4 ലക്ഷം രൂപയ്ക്ക് ഈ വീട് തീർത്തു. അത് ടൈല് പോലും വേണ്ടാന്ന് ഉദ്ദേശിച്ചെടുത്ത് ഞാൻ പറഞ്ഞു ടൈലും കൂടെ വേണോന്ന് പറഞ്ഞ് നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ ഈ വീട് പണിത് കൊടുത്തു. മേസ്തിരി ഇല്ലേ? മേസ്തിരിയെ കൂടെ വിളിക്കണ്ടേ? നിങ്ങൾ മേസ്തിരിയെ വിളിക്കുന്നുണ്ട്, മേസ്തിരി വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ, തിരുവനന്തപുരം സൈഡിൽ ഞാൻ ഒരു വീടിൻ്റെ കാര്യത്തിന് പോയി. അവിടെ ഒരു ഉമ്മയുണ്ട്, 2 പെൺമക്കളുണ്ട്, ഒരു ഭർത്താവുണ്ട്. അവർക്ക് ഒരു ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല, വലിയ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ്. കുഞ്ഞ് 2 പെൺപിള്ളേരൊക്കെയാണ്. ആ വീടിൻ്റെ അവസ്ഥ അവർ ഇപ്പോൾ താമസിക്കുന്ന ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ അവർക്ക് വീട് കിട്ടിയത് ഞാൻ അറിഞ്ഞു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കടക്കുന്നില്ല, കാരണം അതിന് ക്ലാരിഫിക്കേഷൻ കുറവുണ്ട് അവർക്ക് വീട് കിട്ടിയതിൻ്റെ കേസിൽ. ഞാൻ പോയത് 1-2 വർഷത്തിന് മുമ്പാണ്. ആ സമയത്ത് ഒരു ചെറിയ ചെറ്റക്കുടിലാണ് കിടക്കുന്നത്. താഴെ മണ്ണാണ്, പാമ്പ് വരെ കയറി വരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇവർക്കും തറ കെട്ടിയിട്ടുണ്ട്.
അവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് ഈ പറയുന്ന ലൈഫ് പദ്ധതിക്ക് കാശ് കൊടുത്തിട്ട് ഈ കാശ് മൊത്തമായിട്ട് കെട്ടി പലർക്കും തീർക്കാൻ പറ്റത്തില്ല. അടുത്ത പഞ്ചായത്ത് വരുമ്പോൾ ഭരണം മാറുമ്പോൾ ഇത് കിട്ടാതെ വരികയും അങ്ങനെ അടുപ്പിച്ച് എനിക്ക് തോന്നുന്നു 5 10 വർഷം ഒരു തറ മാത്രം കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. മനസ്സിലായോ? കൃത്യമായി കാശ് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വരുന്ന ഒരു കേസാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ലൈഫ് പദ്ധതിയിൽ നിന്നും ഒരു വീടിന് അനുവദിക്കുന്നു, തറ കെട്ടിയിടുന്നു. അതിനുശേഷം ഈ പണി മുമ്പോട്ട് നടക്കാതിരിക്കുമ്പോൾ ഇവർ കിടന്ന് കരഞ്ഞു വിളിക്കുകയും ചെയ്യും. ആ സമയത്ത് അച്ചായനെ പോലെ ഒരാൾ ചെല്ലുന്നു, ഈ തറയ്ക്ക് മുകളിലേക്ക് കെട്ടിക്കൊടുക്കുന്നു. അപ്പോൾ പഞ്ചായത്തിൽ നിന്നുള്ളത് കിട്ടത്തില്ലായിരിക്കും, അച്ചായൻ കാശ് കൊണ്ട് കെട്ടിക്കൊടുക്കും. അതായത് പഞ്ചായത്തിന്റെ എനിക്ക് തോന്നുന്നു 4 ലക്ഷം രൂപ മൊത്തം അവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും തറ ഇട്ടിട്ടുള്ളത് അച്ചായൻ വന്ന് ബാക്കി പൂർത്തീകരിച്ച് കൊടുത്ത് കാണും. അച്ചായനോട് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നതിലുപരി ഇവിടെ ലൈഫ് പദ്ധതി നടത്തിയ ഒരു പരിപാടി അത് പൂർണ്ണമാവാതെ കിടന്നപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിൽ ഒരു നല്ല ക്ലാരിഫിക്കേഷൻ ആയേനെ. ഇവിടെ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയുന്നത്, എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഞാൻ അവിടെ കണ്ട കാര്യമാണ്. അങ്ങനെയാണ് ആ ലൈഫ് പദ്ധതി വീടിന് വേണ്ടി തറ കിട്ടി, ബാക്കി കാശ് അനുവദിച്ചില്ല. അല്ലെ ലൈഫ് പദ്ധതിയാണോ എന്ന് തന്നെ അറിയത്തില്ല. അവർക്ക് ഗവൺമെന്റ് എന്തായാലും കാശ് കിട്ടി, തറ മാത്രം കിട്ടി, അതുപോലെ തന്നെ ബാക്കി കെട്ടാനായിട്ട് അവർക്ക് അനുവദിച്ചില്ല. അതിനുശേഷം വർഷങ്ങളായിട്ട് അവിടെ കിടക്കും. ഈ ഇടയ്ക്ക് അവർക്ക് വീട് കിട്ടിയെന്ന് പറയുന്നു, അതിനെപ്പറ്റി ബാക്കി ക്ലാരിഫിക്കേഷൻ കിട്ടി. ഞാൻ തന്നെ പോയി ഒരു വീട് എന്തായാലും ചെയ്യാം. ചെയ്തവരെന്തായാലും ഏത് ടീമായാലും ഏത് പാർട്ടിക്കാരാണെങ്കിലും എന്താണെങ്കിലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. അത് ഉറപ്പായിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നെ കിടക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം ഇത് തന്നെയാണ്. ഇങ്ങനെ വീട് കിട്ടിക്കാണും, ഇവർ ചെറ്റക്കുടിയിൽ കിടക്കുകയാണ്. അപ്പോൾ അച്ഛനെ ആരും അറിയിച്ചു ഇവർക്ക് ലൈഫ് പദ്ധതിയിൽ നിന്ന് കുറച്ച് സാധനം കാശും കിട്ടിയിട്ടുണ്ട്, തറ കിട്ടിയിട്ടുണ്ട്, ബാക്കി കെട്ടാനുള്ളതും കിട്ടിയിട്ടില്ല. അച്ഛൻ പോയി ബാക്കി വീടും വെച്ച് കൊടുക്കുന്നു. ഇതായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ PR-ന്റെ പരിപാടിക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അച്ഛൻ 40ഓളം വീട് വെച്ച് കൊടുത്തു, അതിൽ 31ാമത്തെ മറ്റേ വീടാണിത്. ഈ ഇത്രയും വീട് വെച്ച് കൊടുത്ത് ചിലപ്പം സ്വന്തം കാശിനായിരിക്കും, പക്ഷേ ഈ ഒറ്റ കാര്യത്തിൽ പ്രശ്നം വന്നില്ല. അതാണ് ക്ലാരിഫിക്കേഷൻ വേണ്ടത്. അതായത് ലൈഫ് പദ്ധതിയിൽ നിന്ന് കിട്ടി, തറ മാത്രം കെട്ടിയിട്ട് അവർ വഴിക്ക് പോയി, ഞാൻ പോയി ബാക്കി കെട്ടിക്കൊടുത്ത് ഓരോ കയറ്റി കിടത്തി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. അതാണ് ഈ PR-ന്റെ പ്രശ്നം. അച്ചായ നല്ല PR-നെ ഏൽപ്പിക്കുക, എന്നെ വിളിക്കും, ഞാൻ വന്ന് ചെയ്തു തരാം, എനിക്ക് അധികം കാശൊന്നും തരണ്ട, ഞാൻ കൂടെ നിൽക്കാൻ നിങ്ങളുടെ പ്രവൃത്തികൾ എനിക്ക് ഇഷ്ടമാണ്. ഓരോ കുട്ടികൾക്ക് ഓരോ വീട്ടിലും പോയിട്ട് ചെയ്യുന്ന പരിപാടി എനിക്ക് ഇഷ്ടമാണ്. ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ചേട്ടാ വന്നേ, ചേട്ടാ ഈ വീട് പണിത് ചേട്ടനാണ്, മൊത്തം പണിത് ചേട്ടൻ തന്നെയാണ്. തറ കെട്ടി കിടന്ന വീട്ടില് മൊത്തം ഇവർക്ക് ഞാൻ 1.5 കൈ കൊടുത്തു, അത് ഇവർ തന്നെ പറയുന്നുണ്ട്. ചേട്ടന് ഞാൻ 3 തന്നു. നല്ല രീതിയിൽ തന്നെ ടൈലും ഇട്ട് നല്ല വീടും പണിയണമെന്ന് നോക്കി. ഇതിൽ കൂടെ എനിക്ക് വിശ്വസിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ഈ ഒരൊറ്റ പേരിന് ഇനി അച്ചായൻ്റെ ഇനി ഏറ്റവും വലിയ ഡ്രോബാക്ക്, അച്ചായൻ ഈ പറയുന്ന സെൻറ്റി അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ തുറന്ന് പറയട്ടെ, അച്ഛനോട് സ്നേഹത്തോടെ തന്നെ പറയാം, നിങ്ങളായിട്ട് നിന്നാൽ മതി. ഈ സെൻറ്റിയും കാര്യങ്ങളും BGM കൊണ്ടുപോയിക്കോളും. എല്ലാവരും BGM ഇട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണ്, ഞാൻ BGM ഇട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ്. ഞാൻ കഴിവതും ചാരിറ്റിയിലുപരി നമ്മുടെ ഫോളോ ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ ചലഞ്ച് കൊടുത്തിട്ട് ഓരോരുത്തരെ അവർക്ക് പാരിതോഷികം കൊടുക്കാൻ സമ്മാനമാവും. അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് തരുന്നതിന് പകരം ചെയ്യുമ്പോൾ സമ്മാനമാവും. ഞാൻ അങ്ങനെയാണ്, എന്നെ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് ഞാൻ കൊടുക്കും, ഫോളോ ചെയ്യാത്തവർക്ക് കൊടുക്കത്തില്ല. അത് പണമാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും പണമുള്ളവരാണെങ്കിലും അത് ചാരിറ്റി ആയിട്ട് മാറത്തില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിനുള്ള സമ്മാനമാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കഴിവതും ശ്രമിച്ചാൽ നല്ലതാണ്. ഇല്ലാതെ ഈ പ്രവൃത്തിയോട് എനിക്ക് മോശം പറയാൻ പറ്റത്തില്ല. കാര്യം ഈ പറയുന്നത് നമ്മൾ ആരെങ്കിലും പോയി ഇവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പോകുന്നോ? ലൈഫ് പദ്ധതിയിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ട്രിവാൻഡ്രം ഭാഗത്ത് വർഷങ്ങളോളമായിട്ട് ആ തള്ളയും മക്കളും അവിടെ കുടിൽ കിടന്നിട്ട് ഈ പറയുന്ന തറ കെട്ടിയിട്ടിരിക്കുക. ഏതെങ്കിലും ഒരു അച്ചായൻ, ഏതെങ്കിലും ഒരു കാക്ക, ഏതെങ്കിലും ഒരു അണ്ണൻ പോയി അതൊന്ന് വെച്ചു കൊടുത്താൽ മതിയായിരുന്നു. അതിങ്ങനെ പോയി വെച്ചു കൊടുത്താൽ മതി. അത്രയും വർഷങ്ങളോളം ഒരു മനുഷ്യനെ വെക്കാനും സമ്മതിക്കത്തില്ല. ഇവിടുത്തെ പ്രശ്നം ഇതാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഇവർ ഈ ചറ്റക്കുടിലിൽ വർഷങ്ങളോളം കിടക്കുമായിരുന്നു, എന്നാലും ഈ അച്ചായൻ പോയി ഇനി ചെയ്തു കൊടുക്കാനായിട്ട് ഇവർ അനുവദിക്കത്തില്ലായിരുന്നു. ഇവിടുത്തെ പ്രശ്നം അതാ. അച്ചായൻ്റെ പേര് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, അച്ചായൻ മാത്രമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഈ ലൈഫ് പദ്ധതി കിട്ടി വീട് അങ്ങനെ ചെയ്തു കൊടുത്തു എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഇതിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കിടക്കുന്നില്ല. ബാക്കി അച്ചായൻ്റെ തൊഴിലോ അച്ചായൻ്റെ ബിസിനസ്സോ അച്ചായൻ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും എന്നിലേക്ക് വന്നിട്ടില്ല, അതിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ സമൂഹത്തിൽ അഫക്റ്റ് ചെയ്തിട്ട് വരട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരട്ടെ. അല്ലാത്ത കേസിൽ അദ്ദേഹം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇത്രയും വീട് കൊടുത്തുള്ള റിയാലിറ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്നത് കിട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ, ഇല്ല പിന്നെ ഈ ലൈഫ് പദ്ധതിയിലുള്ള അങ്ങനെ തീർത്തു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ കയറി ഇടപെടാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇടപെട്ടെങ്കിൽ ബാക്കി എന്താ ആരും ഇടപെടാത്ത? എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പഞ്ചായത്ത് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ ബാക്കി ഒരാൾക്ക് കെട്ടിക്കൊടുത്താൽ പഞ്ചായത്തിൽ നിന്ന് കാശ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. ഈ പറയുന്ന ആൾക്ക് ബാക്കി കെട്ടിക്കൊടുക്കാം. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ്. അപ്പോൾ അത് അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ക്രെഡിറ്റ് എടുത്തു. അദ്ദേഹം ബിസിനസ് നടത്തുന്ന ആളാണ്. അദ്ദേഹം ഇതൊരു ബിസിനസ് തന്നെയാണ്, അല്ലെന്നൊന്നും അദ്ദേഹം എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഇത് ബിസിനസ് തന്നെ, അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇതൊരു ബിസിനസ് തന്നെ. അദ്ദേഹത്തിന് അതിൽ നിന്ന് ഈ പറയുന്ന പോലെ ആളുകളിൽ നിന്നും ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് കടയിൽ പോയി സ്വർണ്ണം മേടിച്ചെങ്കിലും വിറ്റേക്കാന്നുള്ള മൈൻഡ് ആളുകൾക്ക് ഉണ്ടാവാൻ വേണ്ടി തന്നെ ചെയ്യുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആകാശം അദ്ദേഹം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടായിരിക്കും, അറിഞ്ഞോ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ മനുഷ്യർ ചെയ്യുമ്പോൾ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുക, കുറ്റപ്പെടുത്തുന്നതിലുപരി അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം തെറ്റുകൾ തിരുത്തുക. ഒറ്റയടിക്ക് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ നോക്കുന്നതാണ് നമ്മളെല്ലാവരും ഒരു പരിപാടി. അപ്പോൾ അത് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നു. പിന്നെ അദ്ദേഹത്തിന് ചേരാത്തൊരു ഭാഗം, അതാണ് ഞാനത് ആഡ് ചെയ്യുന്നത്. മനുഷ്യന് അച്ചായ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ സെൻറ്റി ദയവ് ചെയ്തിട്ട് നിങ്ങളായിട്ട് നിൽക്കുക. സെൻറ്റി അടിക്കുക എന്ന നാടകീയത വലുതായിട്ട് വരുന്നുണ്ട്. ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാണ് ഞാൻ. കാരണം ഞാൻ മണ്ടനായി. ഇത്രയും വീടുകൾ പണിത് ഇത്രയും പേർക്ക് നല്ല കാര്യങ്ങൾ, അന്നദാനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്ത്, അല്ലെങ്കിൽ ജപ്തി ചെയ്യുന്ന ഒഴിവാക്കി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചെലവ്, അല്ലെങ്കിൽ കല്യാണങ്ങൾ നടത്തി കൊടുത്താൽ ഞാൻ വെറും മണ്ടനായി.
അത് നമ്മൾ നല്ല ചെയ്താൽ നമ്മൾ മണ്ടനാവും. അതുകൊണ്ട് നമ്മൾ സ്വയം മണ്ടനാവാതിരിക്കുക, നമ്മൾ നമ്മളായിട്ട് നിൽക്കുക. നിങ്ങൾ ചെയ്യുന്ന പരിപാടികൾ ചെയ്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ട് ഞാൻ തരുന്നുണ്ട്. നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള മോശമായിട്ടുള്ള അലിഗേഷൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിന് അവർക്ക് വീഡിയോ എടുത്ത് അവർ ചാറ്റ് ചെയ്യുന്നത് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ അത് ഏത് മനുഷ്യരായാലും ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയില്ല. ചിലർ വന്ന് ഓരോരുത്തർ ദാരിദ്ര്യം വിൽക്കുന്നു, മറ്റേ വിൽക്കുന്നു, മറിച്ച് വിൽക്കുന്നു പറഞ്ഞാൽ വിൽക്കും. അവർക്ക് താല്പര്യമുണ്ട് വിൽക്കും. ദാരിദ്ര്യമെങ്കിൽ വിൽക്കപ്പെടേണ്ടതാണെങ്കിൽ അത് വിൽക്കും. അവർ ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് താല്പര്യമെങ്കിൽ വിൽക്കും. അല്ലാതെ ദാരിദ്ര്യം വിൽക്കാൻ എന്തെങ്കിലും അവരെ കൊണ്ട് ഹെൽപ്പ് ചെയ്യടേ, എന്തെങ്കിലും കൊണ്ട് കൊടുക്കുക അവർക്ക്. ദാരിദ്ര്യം ഒന്നും വിൽക്കണ്ട. ഒരു ചെവി അറിയാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കാണും. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അത് മേടിക്കുന്നവർക്കും ഇഷ്ടമല്ല. പിന്നെ ആർക്കും അത്ര ഇത് ആരെങ്കിലും കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചോ പിരിവിട്ടല്ലോ അദ്ദേഹം കൊണ്ട് കൊടുക്കുന്നതല്ലേ, കൊടുക്കട്ടെ. പക്ഷേ ഈ പ്രശ്നങ്ങൾ അവിടെ തരണം ചെയ്ത് പോയാൽ മാത്രം മതി. താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോസ് വരും. ഇറ്റ്സ് മീ അൽഫാഫ്. വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.